എന്താടാ ഇത്? നീയൊക്കെ എന്താ കാണിക്കുന്നേ? ആരെങ്കിലും കണ്ട എന്താ വിചാരിക്കൊണ്ട് എങ്ങനെ ഇതൊക്കെ കഴിയുന്നേ? എങ്ങനെ? ഹൗ? ശരിക്കും നീ മൈൻഡ് ബ്ലോയിങ്. ഈ ചെറു പ്രായത്തിൽ നിനക്ക് ഇത്ര ബുദ്ധിയോ? പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിലും ആവാം. എനിക്കാണെങ്കിൽ എന്റെ വീട്ടിൽ എന്നെക്കാൾ മൂത്തൊരു ചേച്ചിയുണ്ട്. അതുകൊണ്ട് പെൺകുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് നേരത്തെ മെച്ചൂരിറ്റി വന്നു. നിങ്ങൾക്ക് സമയം വരും, വേഗം വാ. ആ പെൺകുട്ടി പോയില്ലേ? ഞാൻ ആലോചിച്ചെന്നാടാ നിങ്ങൾ ആലോചിച്ചത്? അപ്പൊ നീ തന്നെയാണ് ആലോചിച്ചേ? ഇവൾക്കല്ലേ ഈവിൾ തോട്ട്സ് ഒക്കെ വരുന്നത്. സന്ദീപ് സാർ, തന്റെ പാർട്ണർ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇന്നു മുതൽ തന്റെ ലാബ് പാർട്ണർ വേറെയാ. സാർ ഞാനല്ലേ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നു. പുതിയ ലാബ് പാർട്ണർ. Shall we start? Yeah. By the way, I'm Tanvi. എന്തുവാ കാണിക്കുന്നത്? സോറി ബോസ്, സോറി ബോസ്. ഇവളായിരുന്നു. I'm Tanvi. ഹായ് പറഞ്ഞ ഹലോ പറയണമെന്നുള്ള മാനേഴ്സ് പോലും ഇല്ല എനിക്ക്. സോറി, I didn't expect you. Hi, I am Sanju. ഹായ്. അതെ, എന്തിനാ തടിച്ച് കരയിച്ചത്? ഞാനൊന്നും ചെയ്തില്ല, അവളാ ചുമ്മാ കരഞ്ഞത്. ശരി, എന്നോട് സംസാരിക്കുമ്പോ കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാ. ആ പേപ്പർ എടുത്തേ. പേ അറ്റൻഷൻ. ഓക്കേ. ഗോഡ്. അയ്യോ കണ്ടു. അതെ, എനിക്ക് നീ പറഞ്ഞ മനസ്സിലായി. ഇതൊക്കെ നിങ്ങളുടെ പണിയായിരുന്നു. എന്തായി പറയുന്നത്? വാട്ട് ആർ യു ടോക്കിംഗ്? പാർട്ണർ ശരിയല്ലെന്ന് കംപ്ലൈന്റ് ചെയ്തു, പാർട്ണർ മാറ്റി. ക്ലാസ്സിൽ അത്രയും പേര് ഉണ്ടായിരുന്നില്ല, അവള് മാത്രം എങ്ങനെ എന്റെ പാർട്ണറായി? ഞാനല്ലേ പാർട്ണർ മാറ്റാൻ പറഞ്ഞു. അങ്ങനെ വരട്ടെ, അപ്പൊ നീയായിരുന്നല്ലേ ഇതിന് പുറകില്? നിന്റെ പണി കൊടുത്താൽ എല്ലാ പ്രശ്നവും തീരും, അല്ലാതെ ഈ പ്രശ്നം തീരും തോന്നുന്നില്ല നിന്നെ. അയ്യോ, തനിക്ക് മാനേഴ്സ് ഇല്ലെന്ന് മാത്രം ഞാൻ കരുതിയത്. ഇതിപ്പോ ബേസിക് ആയിട്ടുള്ള ഡീസൻസി ഇല്ലേ? നല്ല പയ്യനൊക്കെ തന്നെ ഇടയ്ക്ക് ചെറുതായിട്ട് എക്സൈറ്റ് ആവും. അതിരിക്കട്ടെ, ഏതാ നാട്? ഞാൻ ഏത്? ഹൈദരാബാദാ. അത് തന്നെ, ഹൈദരാബാദിൽ എവിടെയാന്ന്? മാതാപൂർ. ഓ, റിയൽ എസ്റ്റേറ്റിൽ പണം സമ്പാദിക്കുന്ന അച്ഛനാണല്ലേ? ദേ നോക്ക്, നീ വല്ലാണ്ട് ഓവർ ആവുന്നുണ്ടേ. അതിരിക്കട്ടെ, നിന്റെ ഏരിയ ഏതാ? ഞങ്ങളുടെ കയ്യിൽ തുടക്കം മുതലേ പണമുണ്ട്. ബഞ്ചാര ഹിൽസ്. ബഞ്ചാര. സ്കൂളിംഗ് ഒക്കെ എവിടെയാ? HPS. ഏത്, ഹൈദരാബാദ് പബ്ലിക് സ്കൂളോ? ഞാനും ആ സ്കൂളാ. ഏത് ഇയറാ പാസ് ഔട്ട് ആയേ? 2008. അത് ശരി, ഞാനും അതേ ഇയറാ. എന്റെ അറിവിൽ എന്റെ ക്ലാസ്സിൽ ഇത്രയും സുന്ദരിയായ പെൺകുട്ടി ഉണ്ടായിരുന്നില്ലല്ലോ. ആ സമയത്തൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കുറച്ച് നാണം കുടുങ്ങിയായിരുന്നു. സൈലൻസ്. സന്ദീപ്. തൻവി, get up. What is the capital of India? I said silence. Tanvi, don't cry. I just asked what is the capital of India. Why are you laughing? I said silence. നീയോ? നീയായിരുന്നോ? നീയായിരുന്നോ? മോനെ സഞ്ജു, മോളെ തൻവി, ക്ലാസ്സിന് സമയമായി പോയാലോ? Yeah, sure. And you were staring at me like, I was just crazy. And then I stopped smiling for everything. നല്ല ഫിഗർ ആണല്ലോടാ. അളിയാ, നിനക്ക് നമ്മുടെ ക്ലാസ്സിലെ പെമ്പിള്ളേരല്ലാതെ മറ്റുള്ള ക്ലാസ്സിലെ പെമ്പിള്ളേരാണ് ഭംഗിയെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ശരിയാടാ അളിയാ. പണിയായടാ സന്ദീപേ. അതിനിപ്പോ അടുത്തുള്ള ക്ലാസ്സിൽ പോയിരിക്കാൻ പറ്റുമോ? എടാ, അതിനല്ലേ കണ്ണു തന്നിരിക്കുന്നേ. ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ടായാ പിന്നെ പോവാതിരിക്കോ? എങ്ങനെ പോവാതിരിക്കും? ഉറപ്പായും. എക്സ്ക്യൂസ് മീ ബോസ്. ഏത് ഇയറാടാ? ഫസ്റ്റ് ഇയർ. ആണല്ലോ. മിണ്ടാതെ അവിടെ ചെന്ന് ഇരിക്കാൻ നോക്ക്. ഓക്കെ, നമുക്ക് ഒരു ചെറിയ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഉണ്ട്, പോവാം. Idiots. തുടങ്ങി.
എന്റെ ലൈഫിൽ കോംപ്ലിക്കേഷൻസ് തുടങ്ങി. അതെ തൻവി, എനിക്ക് തന്റെ ഫ്രണ്ട് ആവാൻ താല്പര്യമില്ല. ആളെ വിട്ടേക്ക്. എന്താ? നീ കാരണം കോംപ്ലിക്കേഷൻസ് കൂടി വരുവാ. വാട്ട്? നീ കാരണം ഞാൻ ഒരുപാട് പേരോട് വഴക്കുണ്ടാക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. നിർത്തി. അതെന്താ എന്റെ തെറ്റാണോ? ഒരു ഫ്രണ്ടിന് വേണ്ടി വഴക്കുണ്ടാക്കാൻ പോലും പറ്റില്ല. ആ കണ്ടില്ലേ, ഇതാ ഞാൻ പറഞ്ഞേ, തീർന്നു. അപ്പൊ മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി എന്റെ ഫ്രണ്ട്ഷിപ്പിനെ വേണ്ടെന്ന് വെക്കോ? നിനക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ വലിയ എന്തെങ്കിലും സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഈ കോളേജിൽ എത്ര പേരോട് വേണമെങ്കിലും ഫൈറ്റ് ചെയ്യാം. എന്നുവെച്ചാ ബ്രദറാണോ? നിങ്ങൾ എങ്ങോട്ടാണ് മുങ്ങുന്നേ? ചക്കര ഇങ്ങോട്ട് വാ 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 വാ. 3 പേരും കൂടെ എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയപ്പോ സമാധാനമായല്ലോ. നോക്ക്, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. ഡയറക്റ്റ് ആയിട്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. നീ എന്റെ ഗേൾഫ്രണ്ട് ആയി ഞാൻ കോളേജിൽ എല്ലാവരോടും ഫൈറ്റ് ചെയ്യാം. ഗേൾഫ്രണ്ടോ? നിന്റെ മുഖം എപ്പോഴെങ്കിലും നീ കണ്ണാടി നോക്കിയിട്ടുണ്ടോ? നിന്നെ പറ്റി എനിക്ക് എന്താണ് അറിയുന്നേ? എനിക്ക് എങ്ങനെ നിന്റെ ഗേൾഫ്രണ്ട് ആവാൻ പറ്റുന്നത്? എന്താ അങ്ങനെ പറഞ്ഞേ? ഇതിപ്പോ നമ്മള് 24 hours സംസാരിക്കാറുണ്ട്. ഹേയ്, സംസാരിക്കാറുണ്ടെന്നല്ല, സംസാരിച്ചോണ്ട് തന്നെ നിക്കുന്നേ നീ. Whatever, രണ്ടും ഒന്ന് തന്നെയാ. നിന്നെ പറ്റി ഞാൻ എന്തറിഞ്ഞിട്ടാ? നിന്നെ ഇഷ്ടപ്പെട്ട കളർ പോലും എനിക്ക് അറിയില്ല. ആ, എനിക്ക് തോന്നി എപ്പോഴെങ്കിലും നീ ഇത് പറയുന്ന എനിക്ക് അറിയായിരുന്നു. കണ്ടില്ലേ, ചെയ്യിക്കേണ്ടതെല്ലാം ചെയ്യിച്ചിട്ട് പറയുന്ന കേട്ടില്ലേ? എന്തോടാ പന്നക്കട്ട പെരിച്ചാടി പോയി നിക്കുന്നേ? പറയേ. ഒരു മിനിറ്റ് നിക്ക്, ഞാൻ സംസാരിക്കാം. നിക്ക് ഒരു മിനിറ്റ്, നീ വന്നേ. മേ ഹെൽപ്പ് യു? അതായത് കോളേജ് ആവുമ്പോൾ നിന്നെ പോലത്തെ സുന്ദരികൾ ഉണ്ടാവുന്നത് സാധാരണമാണ്. ഇവനെ പോലത്തെ ഹീറോസ് ഉണ്ടാവുന്നതും സാധാരണമാണ്. നിന്നെ ക്യാൻറ്റീനിൽ വെച്ച് കമന്റ് അടിച്ചില്ലായിരുന്നോ? അതുപോലത്തെ വില്ലന്മാരുണ്ടാവുന്നതും സർവ്വസാധാരണമാണ്. ഇപ്പോ സഞ്ജുവിനെ പോലൊരു ബോയ് ഫ്രണ്ട് നിന്റെ അടുത്തില്ലെന്ന് വിചാരിക്കേ. അവന്മാരെ പോലെ ഏതെങ്കിലും ഒരു വില്ലന്റെ കയ്യിൽ നീ പെടും. പിന്നെ അങ്ങോട്ടെന്നോ ഇങ്ങോട്ടെന്നോ ഇല്ലാതെ ചാവേണ്ടി വരും. ഇവന്റെ ഫ്യൂച്ചറിനെ പറ്റി നമുക്ക് പിന്നീട് ആലോചിക്കാന്നേ. ആദ്യമേ റിസർവ് ചെയ്ത് വെച്ചാലുണ്ടല്ലോ, നീ സേഫ് ആവൂലേ? എന്തു പറയുന്നു? You know what? You're an evil boss. I know. So, Neetu has a valid point. പക്ഷെ നിന്നെ പറ്റി എനിക്കൊന്നും അറിയില്ലല്ലോ. നിന്നെ പറ്റി എനിക്കും എന്നെ പറ്റി നിനക്ക് നന്നായിട്ട് അറിയണമെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, പ്രോപ്പർ ആയിട്ട്. അത്രയല്ലേ ഉള്ളൂ. നാളെ മുതൽ കോളേജിലേക്ക് 1 hour നേരത്തെ വന്നാൽ മതി. കഴിഞ്ഞ 1 hour വൈകി പോവാം. ഒരുമിച്ച് എവിടെയെങ്കിലും ഇരിക്കാം, നന്നായിട്ട് മനസ്സിലാക്കാം. ശരി, ഓക്കെ. ഒരു 1 year നോക്കാം. 1 year? ഇതെന്താ തമാശയാ? 1 year നന്നായിട്ട് യൂസ് ചെയ്തിട്ട് വലിച്ചെറിയാനല്ലേ? 10 days. എന്തൊന്ന് 10 daysോ? 10 days നിന്റെ പെർഫ്യൂമിന്റെ ബ്രാൻഡ് പോലും എനിക്ക് അറിയാൻ പറ്റില്ല. വാട്ട്? Whatever. ഏയ്, പറയടാ. ഒരു 8 മാസം ഫിക്സ് ചെയ്തോ? 8 മാസം കൂടുതലാ. 15 days. നിന്നെ എനിക്ക് വേണമെന്നില്ല. 1 month. 6 months and not even a single day less. 6 മാസം ഓക്കെ, അത് കൊള്ളാം. സമ്മതിക്കടാ, സമ്മതിക്കടാ. Please എടാ, ഒന്ന് സമ്മതിക്ക്. ശരി, ഓക്കെ. തുളസി, ചേട്ടാ എന്താടാ? ചേട്ടാ ഫേസ്ബുക്കിലുണ്ടോ? ഇല്ലടാ, ഞാനൊരു ജെന്റിൽമാൻ. ഓ, എന്തൊക്കെയാ പറയുന്നേ? ചേട്ടാ ഫേസ്ബുക്കിലുണ്ട്. ഒരു ബുക്ക് വീട്ടിലുണ്ട്. അപ്പൊ ചേട്ടന് ഫേസ്ബുക്കിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടെ? പുതിയ കോഫി ഷോപ്പാണോ? എവിടെയാ അത്? I know. നോക്കടാ. ലൈബ്രറിയിലേക്ക് പോയാലോ? What? നമുക്ക് canteen നീ വാ, ക്യാൻറ്റീനിലേക്ക് നമുക്ക് പിന്നെ പോവാം. അവള് പോയി. അയ്യോ പോയി. തുളസി, എന്താ? ഇല്ല, ബോർഡ് തരില്ല. ഇവൻ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നൊരു സംശയം. നിങ്ങളിങ്ങനെ ഇരുന്ന് പച്ചക്കറി അരിയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? I don't know. അത് പോട്ടെ, നമ്മൾ ഇങ്ങനെ ഇരുന്ന് 10 മിനിറ്റ് എങ്കിലും ഒരുമിച്ച് സംസാരിച്ചിട്ട് എത്ര നാളായെന്ന് പറയാമോ? 5 years? അതായത് കുട്ടികളൊക്കെ ജനിക്കുന്നതിന് മുൻപല്ലേ? Yeah. നമ്മൾ ബേബി സിറ്ററിന് വേണ്ടിയിട്ട് എത്ര നാളായി അന്വേഷിക്കുന്നു, എന്നിട്ട് കിട്ടിയോ? സോ 1 മാസം കൊണ്ട് അവൻ കുട്ടികളുമായിട്ട് അടുത്തു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് തിയേറ്ററിൽ പോയിരുന്ന് മനസമാധാനമായിട്ട് സിനിമ കാണാം. You are absolutely right. Yes. Wow. So, ചേച്ചി, ഞാൻ പോവാ ചേച്ചി, ചെറിയ പണിയുണ്ട്. കഴിച്ചിട്ട് പോടാ. വേണ്ട ചേച്ചി, ലേറ്റ് ആവും. എന്റെ കെട്ടിയോനെ ഇന്നത്തെ പാചകം. അതേടാ. വേണ്ട ചേച്ചി. ശരി, ബൈ ചേച്ചി. ബൈ ഏട്ടാ. ശരിടാ, ബൈ. ബൈ മങ്കീസ്. എടാ, വൈകിട്ട് വരണേ, പായസം ഉണ്ടാക്കി വെക്കാം. ബൈ മക്കളെ. സ്വപ്നം കണ്ടത് മതി, വേഗം പച്ചക്കറി അരിയാൻ നോക്ക്. എത്ര നേരമായി? എന്തേലും ഒന്ന് പറ. അത് ഇത്ര പെട്ടെന്ന് എങ്ങനെയാ പറയാ? പെട്ടെന്നോ? അപ്പൊ 6 മാസം പെട്ടെന്നാണോ നിനക്ക്? അതിന് 6 മാസം നീ എന്താ ചെയ്തേ? എന്നെ നോക്കി വെറുതെ പഞ്ചർ അടിച്ചേ ഉള്ളൂ. നിന്നോട് ആരോ ഇത്ര സുന്ദരിയായിട്ട് ജനിക്കാൻ പറഞ്ഞ? അത് വിട്. 6 months ആയോ ഇല്ലേ? അതാ ഇമ്പോർട്ടന്റ്.
അത് ഈ ദിവസം 8 മണിക്കൂർ നീ എന്താ ചെയ്യുന്ന എനിക്കറിയാം. ബാലൻസ് 16 മണിക്കൂർ നീ എന്താ ചെയ്യാ എങ്ങനെ ഇരിക്കാന്ന് എനിക്കെങ്ങനെ അറിയാം? കേട്ടില്ലേ ഇപ്പൊ എങ്ങനെ സംസാരിക്കുന്നതെന്ന്? എനിക്കെല്ലാം അറിയാം. പഠിക്കാൻ പോകുന്ന ഈ 4 വർഷവും ഇവളെന്നെ നല്ലൊരു ബോഡി ഗാർഡായിട്ട് യൂസ് ചെയ്തിട്ട് വിടണമെന്ന് വിചാരിച്ചു. എനിക്ക് ആവശ്യമില്ല, ഞാൻ ദൂരെ ഒന്ന് സൈറ്റ് അടിച്ചോളാം. എനിക്ക് ആവശ്യമേ ഇല്ലേ ടോർച്ചർ. അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞു വന്നേ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നാളെ നമ്മുടെ കല്യാണം കഴിയുമെന്ന് വിചാരിക്കും. ഒരാൾക്ക് മറ്റൊരാളെ കുറിച്ച് നന്നായി അറിയില്ലെങ്കിലോ? ദിവസവും പിണങ്ങുന്നതും വഴക്ക് പറയുന്നതും കല്യാണത്തെ പറ്റി ആരാ സംസാരിച്ചേ? എന്ന് വെച്ചാ സ്നേഹിച്ചു കഴിഞ്ഞാൽ നീ കല്യാണം കഴിക്കില്ലേ? അല്ല ചക്കരെ, ഇപ്പൊ എന്തിനാ നമുക്ക് വെറുതെ കല്യാണക്കാരിയൊക്കെ? ദേ നോക്കിയേ, നിനക്കൊരു കാര്യത്തിൽ ക്ലാരിറ്റി വേണം, അതുപോലെ തന്നെ എനിക്ക് ക്ലാരിറ്റി വേണം. ശരി, ഇഷ്ടപ്പെട്ട കല്യാണം കഴിക്കാം. 24 hours ഒരുമിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കാനാ? നിന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല. ശരിയാണല്ലോ. ശരി, ഒരു കാര്യം ചെയ്യാം. ഞാൻ നാളെ ബാഗ് കൊടുത്ത് നിന്റെ വീട്ടിലേക്ക് വരാം. നീ മാനേജ് ചെയ്തോ. അയ്യോ എന്റെ വീട്ടിലറിഞ്ഞ കൊന്നുകളയും. ഐ വിൽ ടേക്ക് 2. നീ ബാഗ് കൊടുത്ത് എന്റെ വീട്ടിലേക്ക് വാ, ഞാൻ മാനേജ് ചെയ്യാം. അയ്യോ എന്റെ വീട്ടിലറിഞ്ഞ കൊന്നുകളയും. എടാ ഇവള് ശരിയാവും തോന്നുന്നില്ല. പിന്നെ അവനെ അതേ ഡയലോഗ് പറഞ്ഞു, എന്തെങ്കിലും ചെയ്യടാ, എന്തെങ്കിലും ചെയ്യ്. വേണ്ട 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 എടാ ഓടിക്കോ എന്താ ചെയ്യാൻ പോകുന്നതെന്നോ? ഇതെല്ലാം നിങ്ങളുടെ കാരണം. നിക്ക. അയ്യോ, ഉടനെ. എടാ, നിക്കടാ അവിടെ. എടാ, നിക്ക്. എങ്ങനെയാടേ? സോറി കുട്ടി, രണ്ടുപേരും 24 hours ഒന്നിച്ചിരിക്കാന്ന് വെച്ചാ അതെങ്ങനെ സാധിക്കും? ഏത് വീട്ടിൽ സമ്മതിക്കും? അതിനെന്താ സാർ, എല്ലാ ലവ് സ്റ്റോറിയിലും പോലെ റുട്ടീനായിട്ട് കോളേജ് ടൂറിന് അയക്കാം. അത് കൊള്ളാം. വയനാട്ടിലേക്ക് വിട്ടാലോ? വയനാട് എന്തിനാ സാർ? പിന്നെ റിച്ച് ഹീറോ റിച്ച് കോളേജിലാ പഠിക്കുന്നേ. ലഡാക്കിലേക്കോ കാശ്മീരിലേക്കോ അയച്ചാൽ നന്നായിരിക്കും. അതാണോ നല്ലത്? സാർ ഫിക്സ് ചെയ്തോ? ഞാൻ പറയുന്നേ. ലോഞ്ച് അല്ലേ, ലഡാക്കാണ് നല്ലത്. Awesome. 10 days Kashmir tour fix. അയ്യോ എന്റെ വീട്ടിൽ സമ്മതിക്കില്ല. എന്ത്? നമ്മള് പഴയ പണക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട്? അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെയാ എന്റെ അച്ഛൻ വളരെ ജാഗ്രതയോടെ ഇരിക്കുന്ന. എന്റെ കൊച്ചെ, ഞങ്ങളുടെ സിറ്റുവേഷൻ കൂടി ഒന്ന് ആലോചിക്കും. അപ്പൊ പിന്നെ ഞങ്ങൾ എന്താ പറയാ? ശരി, ഞാൻ എന്താന്ന് വെച്ചാ നോക്കട്ടെ.